ചരിത്രത്തിലാദ്യമായി ബി.ജെ.പി. നഗരസഭാ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാനത്തെത്തുകയാണ്. എന്നാൽ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെ പട്ടികയിൽ മേയർ വി രാജേഷ് ഉൾപ്പെട്ടിട്ടില്ല. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഉന്നത ഉദ്യോഗസ്ഥർ, NDA നേതാക്കൾ തുടങ്ങി 22 പേരാണ് സ്വീകരണ പട്ടികയിലുള്ളത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന 2 പൊതുപരിപാടികളിലും താൻ വേദിയിലുള്ളതിനാലാണ് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി വിമാനത്താവളത്തിലെ സ്വീകരണം ഒഴിവാക്കിയതെന്ന് മേയറുടെ ഓഫീസ് വിശദീകരിച്ചു. നഗരസഭാ ഭരണം ലഭിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ നഗരത്തിലെത്തിക്കുമെന്ന ബി.ജെ.പി. നേതൃത്വത്തിന്റെ വാഗ്ദാനം പാലിക്കപ്പെടുന്ന സന്ദർശനമാണിത്. മേയർ വി രാജേഷ് നഗരവികസനത്തിനായുള്ള സമഗ്ര രേഖ ചടങ്ങിൽ പ്രധാനമന്ത്രിക്ക് കൈമാറും. അതോടൊപ്പം കേരളത്തിന് അനുവദിച്ച 4 പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും അദ്ദേഹം നിർവഹിക്കും. തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗളൂരു എന്നീ അമൃത് ഭാരത് ട്രെയിനുകളും ഗുരുവായൂർ തൃശൂർ പാസഞ്ചറുമാണ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്നത്. ബി.ജെ.പി. മേയർ മോദിയെ സ്വീകരിക്കുമെന്നായിരുന്നു പ്രചരണം. എന്നാൽ ഉദ്ഘാടന വേദിയിലെ സംവിധാനങ്ങൾ ഒരുക്കാനും മുന്നിലുള്ളത് മേയറാണ്. ഇതുകൂടി പരിഗണിച്ചാണ് മേയർ വിമാനത്താവളത്തിലേക്ക് പോകാത്തത്. ബി.ജെ.പിയുടെ തീരുമാനം കൂടിയാണ് ഇത്. ഓവർ ബ്രിഡ്ജ് മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെ നീളുന്ന വൻ റോഡ് ഷോയും തുടർന്ന് ബി.ജെ.പിയുടെ പൊതുസമ്മേളനവും നടക്കും. ഇതിനു മുന്നോടിയായി നഗരത്തിൽ കർശന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു പ്രമുഖ നേതാവ് ഇന്ന് ബി.ജെ.പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഈ സന്ദർശനത്തിന് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമാണുള്ളത്. ഇതും രാജേഷിന്റെ വിട്ടുനിൽക്കലിന് കാരണമായി എന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാനത്തെത്തുമ്പോൾ വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കാനാണ് സാധ്യത. പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന പരിപാടിയിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും തിരുവനന്തപുരം നഗരത്തിന്റെ വികസന രേഖയും പ്രഖ്യാപിക്കും. അതേസമയം ഇന്നൊവേഷൻ ടെക്നോളജി ഹബിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. കേരളത്തിനുള്ള അതിവേഗ റെയിൽ പാതയും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. സിൽവർ ലൈന് ബദലായുള്ള ഈ ശ്രീധരന്റെ പദ്ധതിയാണ് പ്രഖ്യാപിക്കുന്നതെന്നാണ് സൂചന. DPR തയ്യാറാക്കുന്ന DMRCക്ക് തന്നെയായിരിക്കും നിർമ്മാണ ചുമതലയും.